കോൺഗ്രസ് പാർട്ടിയുടെ പ്രാധാന്യം പ്രതിദിനം ഇല്ലാതായി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ പോയാൽ എന്താവും പാർട്ടിയുടെ സ്ഥിതി? സത്യത്തിൽ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഭാവിയില്ലേ? പാർട്ടിയിൽ തുടർന്നാൽ രാഷ്ട്രീയത്തിൽ തങ്ങൾ അപ്രസക്തരാകുമെന്ന ഭയം നേതാക്കൾക്കിടയിൽ ഉണ്ട്. അധികാരമില്ലാത്ത ഈ കോൺഗ്രസുകാർ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത മത്സ്യം പോലെയാണ്. BJP-യിലോ മറ്റേതെങ്കിലും പാർട്ടികളിലോ ചേരുന്നതിലൂടെ അവർക്ക് അധികാരത്തിൽ തുടരാനോ കുറഞ്ഞത് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാനോ കഴിയും. ഇപ്പോൾ ഇതാ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി BJP-യുമായി ബന്ധമുള്ള PV അൻവറിനെതിരെ മമതാ ബാനർജിയെ നേരിൽ കണ്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന നേതൃത്വം. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ CG ഉണ്ണിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ചേർന്ന നേതൃയോഗമാണ് മമതാ ബാനർജിയെ കണ്ട് പരാതി നൽകാൻ തീരുമാനിച്ചത്. അങ്ങനെയെങ്കിൽ ഇനി അൻവറും BJP-യിലേക്ക് ചേക്കേറുമോ എന്നാണ് അറിയാൻ ഉള്ളത്. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേഷൻ ചുമതലയുണ്ടായിരിക്കെ പഞ്ചായത്ത് അംഗത്തെ പണം നൽകി കാലുമാറ്റിച്ച് വയനാട് പനമരത്തും നിലമ്പൂർ ചുങ്കത്തറയിലും UDF-ന് ഭരണം പിടിച്ചു നൽകി രാഷ്ട്രീയ വിലപേശൽ നടത്തുകയാണ് അൻവർ. തൃണമൂൽ കോൺഗ്രസിന് ഭരണ പങ്കാളിത്തം നേടാനല്ല, UDF-ന് ഭരണം നേടിക്കൊടുത്ത് മുന്നണിയിൽ കയറാനുള്ള തന്ത്രമാണ് അൻവർ പയറ്റുന്നത്. UDF-ന്റെ പ്രതീക്ഷ മങ്ങിയാൽ BJP-യുടെ NDA സഖ്യത്തിനൊപ്പം പോകാനും അൻവർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് NDA സഖ്യകക്ഷിയായ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് ചെയർമാനായ സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിലെത്തിയത്. BJP-യെയോ NDA നേതൃത്വത്തെയോ തള്ളി പറയാതെയാണ് സജിയുടെ തൃണമൂൽ പ്രവേശനം. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ PV അൻവർ ബ്രോ എന്നാണ് അഭിസംബോധന ചെയ്യാറ്. വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിൽ അൻവറിനെതിരെയുള്ള ആദായ നികുതി വകുപ്പ് അന്വേഷണവും മംഗലാപുരത്തെ ക്രഷർ തട്ടിപ്പ് കേസിലെ കള്ളപ്പണ ഇടപാടിലെ ED അന്വേഷണവും അട്ടിമറിച്ചത് സുരേന്ദ്രന്റെ ഇടപാടിലാണ്. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണിൽ 20,000 കോടി രൂപയുടെ സ്വർണ്ണ ഖനനമുണ്ടെന്ന് അൻവർ പരസ്യമായി വെളിപ്പെടുത്തിയിരുന്നു. ആഫ്രിക്കയിലെ സ്വർണ്ണ ഖനനത്തിലെ കള്ളപ്പണ ഇടപാടിലെ കേന്ദ്ര അന്വേഷണം അട്ടിമറിച്ചതും അൻവറിന്റെ BJP ബന്ധമാണ്. PV അൻവറിനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലമോ സാമ്പത്തിക തട്ടിപ്പുകൾ സംബന്ധിച്ചോ പ്രാഥമികമായ അന്വേഷണം പോലും നടത്താതെയാണ് അദ്ദേഹത്തിന് സംസ്ഥാനത്തെ പാർട്ടി കോർഡിനേഷൻ ചുമതല നൽകിയതെന്നാണ് മനസ്സിലാകുന്നത്. PV അൻവറിനെ തൃണമൂൽ ആസ്ഥാനത്തെത്തിച്ച സുനിൽ അലിയാർ എന്നയാൾ കേരളത്തിൽ സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച നിരവധി പരാതികൾ നേരിടുന്നയാളാണ്. അഭിഷേക് ബാനർജിയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് വ്യാപകമായി ഇയാൾ കേരളത്തിൽ നിന്നും പണം പിരിക്കുന്നുണ്ട്. പണം നഷ്ടപ്പെട്ട പലരും പോലീസിൽ പരാതി നൽകിയപ്പോൾ ഇയാൾ സ്വാധീനം ഉപയോഗിച്ച് ഒത്തുതീർപ്പുണ്ടാക്കുകയായിരുന്നു. രാജ്യസഭാ സീറ്റ് ദേശീയ നേതൃത്വം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അൻവർ ജില്ലാ തലം മുതൽ പാർട്ടി ഭാരവാഹിത്വം വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപയാണ് പിരിച്ചെടുക്കുന്നത്. സ്വർണ്ണക്കടത്ത് അടക്കം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും മതവർഗീയ സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നവരുമാണ് തൃണമൂൽ ഭാരവാഹികളായി ജനങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. UDF-ലോ NDA-യിലോ പോകുന്നതിന് മുമ്പുള്ള ഇടത്താവളം മാത്രമായാണ് PV അൻവർ ദേശീയ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെ കാണുന്നത്. 2016-ൽ നിലമ്പൂർ MLA ആയ ഉടൻ പൂക്കോട്ടുംപാടത്തെ റീഗൽ എസ്റ്റേറ്റ് ഗുണ്ടകളെ ഉപയോഗിച്ച് പിടിച്ചെടുക്കാൻ ശ്രമിച്ചയാളാണ് അൻവർ. എസ്റ്റേറ്റ് ഉടമ ജയ മുരുകേഷിന്റെ പരാതിയിൽ അൻവറിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പ്രതികാരമായി ജയ മുരുകേഷിനും ഭർത്താവും മുരുകേഷ് നരേന്ദ്രനും കുടുംബത്തിനുമെതിരെ വധശ്രമത്തിനടക്കം പരാതി നൽകി കള്ളക്കേസിൽ ജയിലിൽ അടയ്ക്കാനാണ് അൻവർ ശ്രമിച്ചത്. വിവരാവകാശ നിയമപ്രകാരം മുരുകേഷ് നരേന്ദ്രൻ വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ നിയമ പോരാട്ടമാണ് അൻവറിന്റെ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്നത്. നേരത്തെ കോൺഗ്രസുകാരനായ അൻവർ രാഷ്ട്രീയ സത്യസന്ധതയോ മാന്യതയോ വിശ്വാസ്യതയോ ഇല്ലാത്ത മാഫിയ പ്രവർത്തനവും നിയമലംഘനവും തട്ടിപ്പുകളും നടത്തുന്ന രാഷ്ട്രീയക്കാരനാണെന്നത് അൻവറിന്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ പ്രവർത്തനം പരിശോധിച്ചാൽ മനസ്സിലാകും.